എടി അടിപൊളി എല്ലടി മുടി കെട്ടി വെക്കുന്നേ. അമ്മുക്കുട്ടി സുന്ദര നീ. നല്ല രസമുണ്ട് ഗൈസ്. ഇത്രയൊക്കെ സമ്മതിക്കത്തില്ല കേട്ടാ. എല്ലാവർക്കും പനിയാണ് ഗൈസ്, എല്ലാവർക്കും. അമ്പൂട്ടനെ വന്നു അപ്പം ഇപ്പോഴും. ഇന്നലെ ഒന്നും ഒട്ടും വയ്യായിരുന്നു, ഭയങ്കര ബോഡി പെയിനും ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. ഇപ്പം പനിയുടെ സീസൺ ആണെന്നുണ്ടോ, എല്ലാവർക്കും പനിയാ, വൈറൽ ഫീവറാ. ഫസ്റ്റ് അമ്പുകൂട്ടം കൊണ്ടുപോകുന്നത്, അതായത് നമ്മൾ ആ അന്ന് ചേട്ടന് താറൊക്കെ എടുത്തില്ലേ, ആ താറെടുത്തിട്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിറ്റേന്ന് തൊട്ട് വയ്യാണ്ടായി. ഇപ്പൊ ഏതാണ്ട് 3-4 ദിവസമായി. അവന് മരുന്നൊക്കെ കൊടുത്ത് നോക്കി ആയപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതായി, തുമ്മല്, മൂക്കൊലിപ്പ്. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യാതായി. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, പക്ഷെ ഹോസ്പിറ്റലൊന്നും പോയില്ല. നമ്മള് സെൽഫ് കെയർ ആയിരുന്നു. മാറി, ഇപ്പം കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയി വേറെ വൈറൽ ഫീവർ കൊണ്ടുവരണ്ടെന്ന് വെച്ചിട്ട് പോയില്ല. അങ്ങനെ ഓക്കെ ഇപ്പൊ സെറ്റായി. പിന്നെ സൗണ്ടിന് ഒരു അടപ്പുണ്ട്. അതെ, നമ്മൾ ആ താറ് വാങ്ങിച്ച് വീഡിയോ ഇട്ടേല് ഗൈസ് എത്ര പേരാണ് ഗൈസ് വന്നിട്ട് വീഡിയോ ഫുള്ള് കാണാതെയാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു അറ്റവും മുറിയും കണ്ടിട്ടാണ് ഓരോ വീഡിയോയിൽ ഓരോരുത്തരും കമന്റ് ചെയ്യുന്നത്. തുടങ്ങുന്നതിന്റെ 3-ാമത്തെ സെക്കൻഡിൽ നീ പറയുന്നുണ്ട് നമ്മൾ വാങ്ങിയതല്ലാന്ന്. അതെ, പക്ഷെ എന്നിട്ടും എന്തൊക്കെയാ പറയുന്നല്ലേ. സത്യം. അതാണ് ഞാൻ വീഡിയോ തുടങ്ങി ഒരു 10 സെക്കൻഡിനുള്ളിൽ ഞാൻ കാര്യം എന്തോന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ആൾക്കാർ ഒന്ന് എന്തൊക്കെയോ ഒന്ന് പറയുക ഗൈസ്. അമ്പുക്കുട്ടൻ എന്തായാലും സുന്ദരനായിട്ടുണ്ട്, സുന്ദരൻ. ഗൈസ്, നമ്മുടെ TV അടിച്ചു പോയ കാര്യം നിങ്ങളുടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? വേണ്ട, ഇവിടാണ് കേട്ടോ ലൈൻ വീണത്. ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ TCL ബ്രാൻഡ് അതെ, ഇങ്ങനെ വെട്ടുന്ന നോക്കിക്കോണേ. കണ്ടോ ഇങ്ങനെ ബ്ലറായിട്ട്. ഇനി ഓണാക്കി കുറേ നേരം കഴിയുമ്പോൾ പിന്നെ ഒന്നും കാണത്തില്ല, ഒന്ന് TV ഒന്ന് ഹീറ്റായി കഴിയുമ്പോൾ. സോ TCL ബ്രാൻഡ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് വേറെ ബ്രാൻഡിനെ പറ്റിയൊന്നും അറിയത്തില്ല. കറക്റ്റ് 2 വർഷം കഴിഞ്ഞപ്പം 2 വർഷമേ ഉള്ളൂ അവർക്ക് വാറണ്ടി. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും 2 വർഷമാണ് വാറണ്ടി വരുന്നത്, ബേസിക് വാറണ്ടി. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും TV അടിച്ചു പോയി. ഞാൻ 1-ാം തീയതി എൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതാണ്. ഇപ്പം ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം 10-ാം തീയതി ആയി, 9-ാം തീയതി ആയി. അതല്ലേ ഏട്ടാ, എന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് കേൾക്കുന്ന പോലെ എന്ന് രാവിലെ എഴുന്നേറ്റ് വിളിക്കും. ഒരു ഓപ്ഷനിൽ ഗൈസ് ലുലു എന്നാണ് നമ്മൾ TV വാങ്ങിച്ചത്. അവരുടെ സൈഡിൽ നിന്ന് അവർ കറക്റ്റ് സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതായത് അവർ ബ്രാൻഡിനെ കണക്ട് ചെയ്ത് തരുന്നുണ്ട്, അവരെ അവിടെ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് വരത്തേയില്ല. നമ്മൾ ചില ദിവസം വീഡിയോ എടുക്കത്തില്ല, എവിടെയും പോത്തുമില്ല, അവര് വരുന്നത് നോക്കിയിരിക്കും. നിങ്ങളൊന്നും കാര്യമില്ല. ഞാൻ എന്നിട്ട് അവരടുത്ത് പറഞ്ഞു, നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കരുതേ എന്ന്. ഒരു ദിവസം ആൾറെഡി അവർ മുടങ്ങി. അതായത് 1-ാം തീയതി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തപ്പം 48 അവേഴ്സിനുള്ളിൽ സർവീസ് പേഴ്സൺ വീട്ടിലെത്തുമെന്നും പറഞ്ഞാണ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നത്. സോ അതിനകത്തൊരു കേസ് ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വന്നില്ല. എന്നിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വേറെ ഒരു പരിപാടിക്കും ഇല്ല, ഞാൻ നിങ്ങളൊന്ന് വരുമെന്ന് ഓർത്തിട്ട് എൻ്റെ പല പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ടാണ് വീട്ടിൽ ഇരിക്കണം. സോ നിങ്ങൾ എന്തായാലും ഇന്ന് വരണേന്ന്. വന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഇന്നലെ ഞാൻ വീണ്ടും ഇവരെ കസ്റ്റമർ കെയറെ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അവർ വീണ്ടും എനിക്കൊരു കേസ് ഐ ഡി തന്നു. എന്നിട്ട് പറഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ ഇന്നലെ എന്തായാലും 5 മണിക്കുള്ളിൽ, രാവിലെ 8 മണിക്കായിരുന്നു പിന്നെ വരേണ്ടത്, വന്നില്ല. വീണ്ടും ഞാൻ കസ്റ്റമറെ വിളിച്ചപ്പോൾ 5 മണിക്കുള്ളിൽ എന്തായാലും സാർ വരുമെന്ന് പറഞ്ഞ് വന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചപ്പം അവർ വീണ്ടും പറയാ, ഇന്നലെ ഒരുപാട് വർക്കുണ്ടായിരുന്നു, അതിന് വരാൻ പറ്റില്ല, ഇന്നും വരാൻ പറ്റത്തില്ല, നാളെ വരാമെന്ന്. നാളെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നാളെ നമ്മൾ പരിപാടിയൊന്നും ഇല്ലാതെ അവര് വരുന്നത് നോക്കിയിരിക്കണം. പക്ഷെ അതേ കണക്ക് നമ്മളെ വലിപ്പിക്കുക. അതുകൊണ്ട് TCL ബ്രാൻഡ് TV യൂസ് ചെയ്യുന്നവർക്ക് നമുക്കുണ്ടായൊരു ബാഡ് അനുഭവമാണ് കേട്ടോ. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു സർവീസാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ TV പിന്നെ ഇനി വേറെ ആര് ശരിയാക്കാനാ? ഇപ്പൊ 2 വർഷം ഉപയോഗിച്ചൊരു TV എടുത്ത് കളയാൻ പറ്റുമോ? ഒരു സ്ക്രാച്ച് പോലും ഇല്ല, നല്ലോണം ഇരിക്കുന്ന TV പിന്നെ കളയാൻ പറ്റുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ഒന്ന് സർവീസ് ചെയ്യുമോ? ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ അവർക്കല്ലേ പറ്റത്തുള്ളൂ. വേണ്ട ഗൈസ്, ഇതവരുടെ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇതാണ്. ഇതിനകത്ത് എത്ര വട്ടം നമ്മൾ കേസ് ഐ ഡി രജിസ്റ്റർ ആയെന്ന് അറിയാമോ? ഇത് ഏതാണ്ട് ഇത് 1-ാം തീയതിയാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്ന, ഞാൻ ആദ്യത്തെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന. അതെ, അതിനൊരു സർവീസ് ഐ ഡി. എന്നിട്ട് അവർ വന്നില്ല. എന്നിട്ട് 1-ാം തീയതി കണ്ട 8 മണിക്ക് വരുമെന്ന് പറഞ്ഞതാണ്, 8 AM വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും രജിസ്റ്റർ ചെയ്തു, അതിൻ്റെ സർവീസ് കോഡാണിത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെയ്തു,
അത് കഴിഞ്ഞാണ്ട 7/7 8 മണിക്ക് വരുമെന്ന് പറഞ്ഞത് 7-ാം തീയതി. എന്നിട്ടും വന്നിട്ടില്ല. ഇന്നിപ്പോ 9-ാം തീയതി. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പം അവര് പറയാം ഇന്നും വരത്തില്ല, നാളെ വരാന്ന്. I love you. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ മാസം നമ്മൾ ഒരുപാട് സാധനം അടിച്ചു പോവാന്ന്. റോബോട്ടിന്റെ ഹെഡ് അടിച്ചു പോയായിരുന്നു. അത് ആദ്യം ഒരു ഹെഡ് വന്ന്, അപ്പം ആള് വന്നിട്ട് കുറെ അത് 1 മാസത്തിന് മേലെയായി. ഞാനിപ്പോ തന്നെ തുടങ്ങുന്നേ 1 മാസത്തിന് മേലെ. അപ്പൊ ആള് വന്നിട്ട് നോക്കിയപ്പോ ഇതല്ല മെയിൻ ബോർഡാന്ന് പറഞ്ഞു. അങ്ങനെ ആള് പോയി. അത് കഴിഞ്ഞ് ഇന്ന് വന്നതാ മെയിൻ ബോർഡ്. ഇതതിന്റെ ബോർഡാണ് കേട്ടോ, റോബോട്ടിന്റെ ബോർഡാണ് കണ്ടോ. ഇനി ആള് വന്ന് ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് എന്നാലും ഇനി അത് ശരിയാകത്തുള്ളൂ. എന്നാലും ഞാൻ ഇനി അത് ശരിയായി കഴിഞ്ഞാൽ അതിനെ ഞാൻ കെയർ ചെയ്യും. കാരണം അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അമ്പൂട്ടം വെള്ളം ഒഴിച്ചിട്ടും ഇവിടെ വെച്ചിരുന്ന ഒരുപാട് കെയർലെസ് ആയിട്ട് ഉപയോഗിച്ച്. പക്ഷെ ഇനി ഞാൻ നന്നായി കഴിഞ്ഞാൽ പൊന്നുപോലെ ഉപയോഗിച്ചോളാം. അത് ഇല്ലാതായപ്പോ അതിന്റെ സങ്കടം. അയ്യോ സത്യം. അത് കപ്പലാകെ ഒറ്റ ഒരുത്തനാണ് ഈ അമ്പുക്കുട്ടി, ഒറ്റ ഒരുത്തനാണ് നശിപ്പിച്ചത്. അതെ, അവന്റെ ഫ്രണ്ട് ആയിരുന്നു. ക്യൂട്ടില്ലേ, അടിപൊളിയില്ലേ അമ്പുനെ കാണാൻ. എനിക്ക് പക്ഷെ പനിയാണെങ്കിൽ വയറ് നിറയെ നല്ല ഫുഡ് കഴിക്കണം. ഇന്നലെ നമ്മള് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. എനിക്ക് ഇന്നലെ ഒട്ടും ശരീരം ഒട്ടും അനക്കാൻ വയ്യേ. എന്നിട്ട് പോയി എന്തൊക്കെയാ തിന്നായിട്ട് കള്ളപ്പം, ചിക്കൻ റോസ്റ്റ്, പിന്നെ വേറെന്തായിരുന്നു ബ്രെസ്റ്റ് പീസിന്റെ വേറെന്തോ ചിക്കൻ മഷ്റൂം ടോസ്റ്റഡ് പ്ലേറ്റ് എന്തോ സാധനം. നല്ല രസമാണ്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര കഞ്ഞിയും പയറൊക്കെ ഇന്ന് കഞ്ഞിയും പയറും കേട്ടോ, ഇന്ന് കഞ്ഞിയും പയറും. ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് വേറൊരു വൈറൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാം. നമുക്കിത് പോരാ, ആഹാരം കഴിക്കണം. നമ്മളെ അമ്പൂടെ നിന്നേ വരെ അങ്ങനെ കുക്കീസോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നേ. ഇപ്രാവശ്യം ലുലുമാളിൽ പോയപ്പോ നമ്മള് മറ്റേ നൂഡിൽസ് വാങ്ങിയിട്ടില്ലേ, മറ്റേ മില്ലറ്റ് സ്ലർപ്പിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. നമ്മള് വാങ്ങിച്ചത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. പിള്ളേർക്ക് ഒന്നാമത് കുക്കീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മിക്ക കുക്കീസും പാമോയിലും മൈദയിലൊക്കെ ഉണ്ടാക്കുന്നത്. സോ അതിനെക്കാട്ടിയും ബെറ്റർ ഓപ്ഷൻ മാക്സിമം കുക്കീസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ വേണമെന്നില്ല, തിന്നാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചത് സ്നാക്ക് പോലെ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ റാഗിയുടെ കുക്കീസ് ആണ്. ഇത് റാഗിയാ, ഇതാ റാഗി, ചോക്കോ റാഗി. ഇത് റാഗി പൊട്ടിച്ചിട്ടില്ല, നമ്മൾ ഇതാ തിന്നപ്പോ മിൽക്കി ചോക്കോ ചിപ്പ്. നോ മൈദ നോ പാമോയിൽ. ഇത് ബനാന ഓട്സ് ആട്ടോ, നോ മൈദ നോ പാമോയിൽ. ഇപ്പൊ അമ്പൂട്ടന് ഇതൊക്കെയാ കൊടുക്കുന്നത്. ഒരുപാട് തിന്നത്തില്ല, അപ്പൊ ഒരെണ്ണം ഇത് കടിച്ചുകൊണ്ട് നടന്നോളൂ. വാശിയൊക്കെ പിടിച്ച് കരയുമ്പോ ഒരെണ്ണം കൊടുത്താൽ ഇങ്ങനെ നടന്നോളൂ. നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോഴോ അത്യാവശ്യം പിള്ളേർക്ക് വിഷപ്പെടുക നല്ല സാധനം കേട്ടോ. ഏറ്റവും ബെറ്റർ കൊടുക്കാതിരിക്കുന്നതാണ്. അതേ പറ്റത്തോളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്ക് വേണം, നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഇതൊരെണ്ണം കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. ട്രെൻഡിങ് ഫുഡ് ചലഞ്ചിൽ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഫിംഗർ മില്ലറ്റ് പാസ്ത. യെസ്, റാഗി പാസ്ത. പാസ്തയാണ്, വേറെ നോർമൽ പാസ്ത എടുക്കാം. നമ്മുടെ റാഗിയുടെ പാസ്ത എടുത്തു കേട്ടോ, അത് അമ്പൂന് കൊടുക്കാം. സോ നമ്മളിന്ന് ആൾറെഡി കഞ്ഞിയായി കുടിച്ച് ഇങ്ങനെ സാഡ് ആയിട്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും കഴിക്കാം, പാസ്ത ഉണ്ടാക്കി എനർജി കയറ്റത് വിചാരിച്ചു. സോ ഈ സാധനം ഉണ്ടാക്കാം. എന്തു എന്ത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് നമ്മുടെ. അതെ അതെ അതെ. എന്ത് അമ്പുകുട്ടി പറയുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഗൈസ്, നമ്മുടെ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. സവാള, തക്കാളി, വറ്റൽമുളക്, പിന്നെ നമ്മുടെ ഗാർലിക്ക്, പിന്നെ ലോ ഫാറ്റ് പനീർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, അത് മസ്റ്റാണ് കേട്ടോ. പിന്നെ പാസ്ത ഏതാണെങ്കിലും മതി. നോബഡി കാണാൻ പോണം. നോബഡി, പൃഥ്വിരാജിന്റെ നോബഡി എന്ന് റിലീസായിരുന്നു. ബുക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഒരു പടം ഒന്നും ഇറങ്ങുന്നില്ല, നല്ലൊരു പടങ്ങളൊന്നും. കൊറേ ബാലനാന്ന് തോന്നുന്നു ലാസ്റ്റ് കണ്ട നല്ലൊരു പടം. നിങ്ങൾ ഡാൻസ് കളിക്കുമല്ലേ? നിങ്ങൾ തന്നെ ഇവിടെ വന്നേ? ഒരു കഥ പോലെ അങ്ങ് തുടങ്ങിയ ബ്ലോഗില് അങ്ങേറ്റം ഇങ്ങേറ്റം ഈ ഒരു സൗണ്ട് ഉണ്ടാവും. ക്ഷമിക്കുക കേട്ടോ,
മൂക്കൊലിപ്പ് മൂക്കടപ്പ്. അത് ആരടിയാ കിടക്കുന്നത്? ഒറ്റ കിടപ്പ് കേട്ടോ നമുക്ക്. നീളം വെച്ച് ഇല്ലി കൈ കൂട്ടാൻ വളർന്നു കണ്ണടങ്ങി നോക്കുമ്പോ നീളം വെച്ച്. ഇന്നലെ ഞാൻ കട്ടിലേക്ക് കിടന്നപ്പോൾ ഞാൻ മൃദുലെടുത്ത് പറഞ്ഞു എപ്പോഴും ഇത്രയും വളർന്നല്ലേ. നിന്ന സമയത്ത് ഞാൻ എടുത്തില്ല അവനെ, അവൻ കരഞ്ഞ് ഓടിച്ചെന്ന് ബാത്റൂമിന്റെ കഥവില് നമ്മളിതില് ഒരു തുള്ളി എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ ഒഴിക്കുന്നത് നമ്മൾ ആ ട്രെൻഡിങ് ആ വീഡിയോ കണ്ടതിലും അവരാരും എണ്ണ ഒഴിക്കുന്നില്ല. സോ എണ്ണ ഒഴിക്കാതെ ചെയ്യണം. ഓക്കെ. സവാള ഒരു സൈഡിൽ, ഒരു സൈഡിൽ തക്കാളി. അതിനകത്ത് എന്തോ പൊടിയുണ്ട് കേട്ടോ. അയ്യോ, ആ പൊടി നമുക്ക് വേണമെങ്കിൽ ഇടാം. സോ ഈക്വലായിട്ട് ഒരു പോർഷനിൽ നമ്മൾ നമ്മുടെ പാസ്ത, സവാള, തക്കാളി. ഓക്കെ. ഇനി നമ്മളെന്തോ വെള്ളം. ഓക്കെ, സിമ്പിളാണ് ഗൈസ്, സിമ്പിളാ. ടൈം വേണമെന്നേ ഉള്ളൂ, ടൈം ഒരുപാട് വേണ്ട, പെട്ടെന്ന്. നമ്മള് വീട്ടിലങ്ങനെ പനീർ വാങ്ങക്കേ ഇല്ല. ഫസ്റ്റ് ടൈമാ ഞാൻ പനീർ ഇങ്ങനെ വീട്ടില് കൈകൊണ്ട് തൊടുന്നത്. ഇത് ലോ ഫാറ്റ് ആട്ടോ, ലോ ഫാറ്റ് പനീറാ. പനീർ എല്ലാം പാലുൽപ്പന്നങ്ങളാ, പനീർ, ബട്ടർ, ഗീ. പക്ഷെ ഭയങ്കര ഫാറ്റ് കൂടുതല പനീറിൽ. പക്ഷെ ലോ ഫാറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിലെ ഫാറ്റ് മൊത്തം ഗീക്ക് എടുക്കുമായിരിക്കും അവര്. എങ്ങനെയാന്ന് കട്ട് ചെയ്യട്ടെ. സ്മൂത്ത് ആയിരിക്കും ഇല്ലേ? ഇച്ചിരി ബലം പ്രയോഗിക്കണം, പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. ഇത്ര മതിയല്ലോടാ? ശകലം മതി. അവരതിൽ തോനെ ഇടുന്നുണ്ട്. ഇല്ല, ശകലം ഇടുന്നു. ഓക്കെ, ഇത്രയും പോരെ? നമ്മളിത് അരച്ചെടുക്കും കേട്ടോ. ഇതാണ് നമ്മുടെ പിന്നെ പാസ്തയ്ക്കുള്ള സോസ്. 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് ഗാർലിക്, പിന്നെ കുറച്ച് ഉപ്പ്. നമ്മള് നമ്മള് വെള്ളമാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പാലില്ല നമ്മളിവിടെ, പാല് വാങ്ങക്കില്ല. പാലും വേണ്ട നമുക്ക്, ഓൾറെഡി ഇതുണ്ടല്ലോ, പനീർ ഉണ്ടല്ലോ. പനീർ പ്രോട്ടീൻ അല്ലേ? പനീർ പ്രോട്ടീൻ. ഇത് നല്ല തളച്ചേട്ടാ, അത് വേവട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ സാധനം എന്തൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടി അങ്ങോട്ട് യോജിപ്പിക്കാം. ഇത് റെഡി ആയില്ലേ നമ്മുടെ സോസ്? ആ, കറക്റ്റ് ക്രീമി ആയിട്ടുണ്ടല്ലേ, തിക്കായിട്ട്. ഈ 2 മുളക് മതി, കണ്ട ഒരു കളർ മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം ഒഴിക്കാൻ വേണ്ടി പോവാട്ടോ. പനീർ സോസ് നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്ലൈസ് എടുത്താലും മതിയായിരുന്നു, കറക്റ്റ് ആയിരുന്നു. പക്ഷെ സോസി കൂടുതലായിപ്പോയി. ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ടോപ്പ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അതായത് എയർ ഫ്രയറിലോ സ്റ്റീം ചെയ്ത ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. സോ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് മല്ലിയിലയും. ഓക്കെ ഗായ്സ്, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ചൂടോടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ദേ ചൂടാറിയപ്പം കട്ടിയായി, ഭയങ്കര ക്രീമി കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളി. നമ്മളെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ പാസ്തയുടെ ആ ഒരു ലുക്കാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടതോ ഇല്ലെന്നോ എന്തോ തലയാട്ടി. അടിപൊളിയല്ലേ? എന്ന് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചിക്കനൊക്കെ ആടിയ പൊളിയായിരിക്കും. അടിപൊളി കഴിച്ചു, ഒരു രക്ഷ കേട്ടോ. കഴിക്കുന്നത് രാഗിയാണെന്നുള്ളൊരു തോന്നലേ ഇല്ല. നമ്മളെ ക്രീം സൂപ്പർ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അടിപൊളി. വേണേ ക്യാരറ്റോ ക്യാപ്സിക്കോ ചിക്കനോ കാഡ് ചെയ്താ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ നമ്മളെ മറ്റേ പാസ്തയാണ്, രാഗി അല്ലാതെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും. മിലീഷ്യയിലൊക്കെ ഇരിക്കും. ഇഷ്ടപ്പെട്ടു.
അടിപൊളി സെറ്റ് ടേസ്റ്റ്. എങ്കിലെന്താ കൂടെ കൂടെ മൂക്ക് തുടക്കുകയാണെങ്കിൽ എന്താ അഹങ്കാരം. ഇന്നലെ വയ്യാതെ ചുരുണ്ടുകൂടി കിടന്നവനാ. ഇപ്പൊ ഇച്ചിരി ആ തല വെക്കാറായ ചെരുപ്പുണ്ടോ? ഈ ചെരുപ്പ് എടുത്തോണ്ട് അവനെ കൊണ്ട് അയ്യോ അമ്പുവേ അമ്പുണ്ടല്ലോ ഇതിനടി കുനിഞ്ഞു കേറും കേട്ടോ. ഇതിന് അവിടെ എത്തിയിട്ട് ഒറ്റ പൊക്ക എന്നാ അവൻ അറിഞ്ഞുകൂടാ തല തട്ടുന്നത്. ഇപ്പൊ തലയിടിച്ച് വീണതേ ഉള്ളു പരിക്കകത്ത്. തല കൊണ്ട് തട്ടുന്നതിൽ ഒരു ദാക്ഷിണ്യം ഇല്ല. ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് നടത്തിക്കണം. ഉള്ള മൂലയിലും മുക്കും മൂലയിലും മൊത്തവും എടുത്തും തല കൊണ്ടിടിയ അല്ലേ? എന്റെ വണ്ടി കിടക്കുന്ന കണ്ടോടി ഞാൻ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി. നിന്റെ വണ്ടി അല്ല നമ്മുടെ വണ്ടി. നിന്റെ വണ്ടി ഇത് മൃദുലയുടെ ബേബി. ഇത് പ്രവീണിന്റെ മോൺസ്റ്റർ. ഹാപ്പി ആയോ? ഇല്ല, ഇത് അമ്പുന്റെ. അയ്യോ അവന് വേണോ? അവന് ഇത് അമ്പുന്റെ, അത് എന്റെ. നീ ഓടി. എടി വണ്ടി എങ്ങനെ ഉണ്ടെന്ന് പറ. വണ്ടി കഴുകി നോക്കി ഗൈസ്. ഓ കിട്ടിയിലും ആക്കി വെച്ചേക്കോട്ടെ അവള്. ഇങ്ങനെ തേച്ചിമനെ കിട്ടിയാൽ മതി. അവനെ കൂടെ വല്ല മലയൊക്കെ കയറാൻ പോണ്ടേ? പനി. ഞാനേ വിളക്കെടുത്തുണ്ട് ഒറ്റ വിളക്ക് തേക്കാൻ. എന്ത് വഴി കള്ളിപ്പെണ്ണേ? എന്തിനാ അമ്മച്ചിയുടെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കണേ? നിനക്ക് ചെരുപ്പില്ലേ? നിനക്ക് ചെരുപ്പില്ലേ എന്നാണ് എന്റെ ചോദ്യം. അമ്പുക്കുട്ടി എന്ത് സ്ലോ മോഷൻ തിരിയാനാണോ? ആ അല്ല അമ്പുക്കുട്ടി എടാ നിനക്ക് ചെരുപ്പില്ലേ? വയറ് തള്ളിപ്പിടിച്ച് ബാക്ക് ഇങ്ങോട്ട് തള്ളിപ്പിടിച്ച് നടക്കുന്ന അമ്പുവിന്റെ നടത്തൊക്കെ ഒരു പ്രത്യേക ശൈലി ഉണ്ട് കേട്ടോ. ഇത് നാട്ട നിന്നെ നോക്കി നീ എന്റെ കാര്യം പറഞ്ഞോ. ഹലോ എല്ലാവർക്കും മനസ്സിലായി. വിളക്ക് കത്തിക്കാൻ പോകുന്നോ? ഈവനിങ് ടൈം ഇപ്പോഴാട്ടോ ഭയങ്കര സുഖം പുറത്തിറങ്ങാൻ. നല്ല കാറ്റും വെയിലും ഇല്ല. ഇതിൽ ഇപ്പം കൊതുക് കുറവുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ ഈ സമയമാകുമ്പോൾ ഞാൻ അമ്പൂട്ടനെ കൊണ്ട് വെളിയിൽ ഇറങ്ങി അവൻ ഇങ്ങനെ നടക്കും ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് കൊതുക് കുറച്ച് കുറവുണ്ട്. നമ്മൾ ഈ വയലിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല കൊതുക. പിന്നെ തുമ്പിയൊക്കെ ഉണ്ട്. വെട്ടില്ല പിന്നെ നിന്റെ വേത്തിരിക്കും. നീ ആരാ? നീ അത് പോയി കുളിക്കടി. രാവിലെ കുളിച്ചു. അതിന്റെ അഹങ്കാരം ഇല്ലേ? നിന്റെ തന്ത പറയുന്ന കേട്ടോ. എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ? തലയിൽ നോക്ക് കോക്കനട്ട് ട്രീ. അറിഞ്ഞില്ല കേട്ടോ. എപ്പോഴാ മനസ്സിലാക്കി കളവേറെ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നോക്കിയാണ് ഇത് വിളക്ക് തേച്ചിട്ട് ഞാനെ കുളിപ്പിക്കുവേ. ഇപ്പൊ കേട്ടോടോ. പക്ഷെ വൃത്തിയായിട്ടിരിക്കും. ഇന്ന് കുളിപ്പിക്കണോ? ഞങ്ങളെ ഒരുമിച്ച വിളക്ക് എത്തിക്കാൻ പോണേ. ഞാൻ നേരത്തോടി സ്വിമ്മിംഗ് പൂൾ ഒരിക്കാലോ? വേണ്ട, പനി. അന്ന് ഒരുക്കിയിട്ട് 2 ആഴ്ച നീണ്ടു നിന്ന പണിയായിരുന്നു. വയ്യ. നമ്മള് ഗൈസ് കഷ്ടപ്പെട്ട് ബാക്കപ്പ് ഒക്കെ ആക്കിയിട്ട് വീഡിയോ ഒക്കെ ബാക്കപ്പ് ആക്കി ഒരു 4-5 വീഡിയോ ഒക്കെ നമ്മൾ ബാക്കപ്പ് ആക്കി വെക്കുക. അതാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ചലഞ്ചസ് ഒക്കെ. അമ്പൂന് പനിയോ നമുക്കാരെങ്കിലും പനി വന്ന മൊത്തം അവതാളത്തിലാവും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ടോ? അയ്യോ ഇത് ബൊഗൈൻവില്ല ആയിരുന്നോ? ഇതൊക്കെ പോയി, എല്ലാം പോയി. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. എന്തുവാടാ വെള്ളത്തിൽ കളിക്കാനാ? തരത്തില്ല. മൊത്തം പോയില്ലേ? എല്ലാം പോയി. ഇപ്പൊ മറ്റേ കാട് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ അവിടെ വെച്ചിരുന്ന ചെടിയും പോയി. എല്ലാം പോയി. കലാത്തി മാത്രമേ ഉള്ളൂ. നോക്കി കലാത്തി വളർന്നു കേട്ടോ. അതാണ് കുറച്ച് വെട്ടി കളയണം. കറ്റാർവാഴ നോക്കി. കറ്റാർവാഴയൊക്കെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. എടി ഇതും കുറച്ച് ചെത്തി കളയണ്ടേടി കറ്റാർവാഴ. ഈ സാധനമൊക്കെ വളർന്നു കേട്ടോ ഈ സൈഡിലാ. ഇത് ഞാൻ കുറച്ച് ഒടിച്ചും കളഞ്ഞായിരുന്നു. ഫോർച്യൂണറിലൊന്ന് തട്ടിയുണ്ട്. എടാ ബൊഗൈൻവില്ല പക്ഷെ ലോ മെയിൻ്റെനൻസ് അല്ലേ? എന്ത് പറ്റിയില്ലേ? മഴ നനഞ്ഞൂടാ? ഇവിടൊക്കെ കാട് എത്തിയതാ. വീടും കാടായി. മൃദുല നട്ട മുള
എന്തായാലും കേറി ക്ലിക്കായി. ഡേയ് നീയാണോ വിളക്ക് എത്തിച്ച് എഴുതുന്നേ? നീയാണോ വിളക്ക് തേച്ച് എഴുതുന്നേ? അയ്യോ വൃത്തിയായിട്ട് പോയി. അയ്യോ വൃത്തിയായിട്ട് പോയി. ഈ ചെറുക്കനെ കൊണ്ട് എനിക്ക് ഒരു നിവൃത്തി. ഞാൻ എടുക്കാം കൈസ്. അവര് ഇടക്കിടക്ക് ഇങ്ങനത്തെ ഭ്രാന്തുണ്ട് കേട്ടോ. ഇത് എന്തുവാ ഇത് രണ്ടുപേരും? നമ്പൂതിരിയാ. നമ്പൂതിരിയോ? ഇന്ന് വിളക്ക് എത്തിക്കാൻ പോകുന്ന പൂജാരിയാ. ആണോ? പൂജാരിയുടെ പേരെന്തുവാ? പൂജാരിക്ക് മേൽമുണ്ടൊന്നും വേണ്ടേ? ഞങ്ങളുടെ പാപ്പൊക്കെ എല്ലാരും കാണും. വീട് മടച്ചു വെക്കും. സുന്ദരൻ. ഞാനോ? നീ അടിപൊളിയായിട്ടുണ്ട്. ഇത് എന്നും കണ്ണു മറന്നല്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് വെച്ച് റീൽസ് എടുത്തിട്ടുണ്ട്. കാട്ടു ചെമ്പകം എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ അതിലും വർഷം പഴക്കമുണ്ട്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ ഗൈസ്? കമന്റ് ചെയ്യാം. അത് എവിടെ നിന്ന് എടുത്തേന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മറക്കൂല. എന്റെ എല്ലാം ഊരി അല്ലേ, കമ്മല് മാല എല്ലാം ഊരിട്ട് എടുത്തല്ലേ. മേക്കപ്പ് ഇല്ലാത്ത മൃദുല. അതെ നമ്പൂട്ടനാട്ടോ. നമ്പൂരി ഇറക്കിടുന്ന പിന്നെ വിളക്ക് എത്തിക്കട്ടെ. അയ്യോ ഇത് ഇറങ്ങണില്ലേ? പ്രശ്നമുണ്ട് കേട്ടോ. നമ്പൂതിരി അടിയിട്ടെങ്ങനെ സ്നഗ്ഗിയ അത് കാണുവോ? അമ്മ നിന്നല്ല. ഇനി ഒരു ഡാമ്പാക്ക അങ്ങോട്ട് ഡാമ്പാക്കി. അടവ് പിടിച്ചോനെ കൈസ്, വെറും അടവ് പിടിച്ചോ. കണ്ടോ 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 കണ്ടോ. ഇന്ന് കുളിക്കാൻ നേരം കരഞ്ഞില്ലടാ. ഇന്ന് വെള്ളത്തിൽ കളിയായിരുന്നു. നീ കേട്ടില്ലല്ലോ കരയുന്നത്? ഇല്ല ഇന്ന് അതാ ഞാനും ആലോചിച്ചു. ഇന്ന് കുളിക്കാൻ വലിയ കരഞ്ഞില്ല. നീ ഈ വേഷത്തിലാണ് ലുലുമാളി വരുന്നേ? മാറ്റുവോ? ഞാൻ വിചാരിച്ചു നീ ഈ വേഷത്തിൽ വരുന്നോന്ന്. ഞാൻ ചുമ്മാ അവന്റെ കൂടെ വിളക്ക് കത്തിക്കാൻ വേണ്ടി. ഒരു മുറുക്കാനും കൂടി അങ്ങോട്ട് ആയാലോ? എന്ത് പറയുന്നു നങ്ങേലിക്കുട്ടി? എവിടെ? അതിടുന്ന ഇഷ്ടല്ല. അമ്മ എടുക്ക അമ്മ എടുക്ക. വെളിച്ചെണ്ണ വെച്ചാ കത്തിക്കാൻ പോകുന്ന കേട്ടോ. നല്ലെണ്ണ ഇല്ലേടി? നല്ലെണ്ണ നോക്കിയിട്ട് കിട്ടിയില്ല. നല്ലെണ്ണ ഇരുന്നിട്ട് അവള് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചത്. അന്നേരം നോക്കിയപ്പോ കണ്ടില്ല. വിളക്ക് നല്ല വെളുത്തില്ലേ? വിളക്ക് വെളുത്തില്ലല്ലോ, മഞ്ഞ കളറാണല്ലോ. ലംബോദരം വിശാലാക്ഷം വന്ദേഹം നനായകം ശ്വേതപദ്മനാസന ബ്രഹ്മചൂതശങ്കരാ പ്രതിഫിർ ദിവ്യൈ സദാ പൂജിതാ സാമാം പാദ സരസ്വതി ഭഗവതി എന്തോ നിശ്ലേഷജദ്യ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണു. നമ്മള് എയർ ഫ്രയറിൽ ഉള്ളിവട ഉണ്ടാക്കാം എന്ന് വിചാരിച്ചേട്ടോ. എനിക്കങ്ങ് എന്തെങ്കിലും ഒന്നും കഴിച്ചോളാഞ്ഞ് വയ്യ. ഭയങ്കര എന്തോ ഒരു അവനെ തകർക്കോ, അത് പൊളിക്കോ? നാടൻ നമ്പൂതിരി വേഷത്തിൽ നിന്നും സേട്ട് വേഷത്തിലേക്ക്. നീ കോസ്റ്റ്യൂം പറഞ്ഞില്ല? ഉള്ളിവട ഉണ്ടാക്കിയ പറ്റിയ കോസ്റ്റ്യൂം. ഒരു കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ഒരു ഇത് പറഞ്ഞതാ. കൊതി കൊടുത്ത് എവര് ആദ്യം കൊടുക്കണം കേട്ടോ. അമ്പു നിങ്ങളുടെ രഹസ്യം പറയണ കേട്ടോ. അത്ര ഉള്ളിന്ന് മാവ് വെച്ചിട്ട് 3 എണ്ണ അല്ലേ ഉള്ളൂ.
2 സവാള എടുത്തോളൂ നമ്മള്. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കളറേ ആവും, പക്ഷെ കളർ ആയിട്ടുണ്ട്. കുറച്ച് മുളക് കിട്ടാ നല്ല രസമുണ്ടോ, ക്രിസ്പി. കൊള്ളാം. അമ്പുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ പരിപ്പോടെയും കോഫിയും അല്ല ഉള്ളിയോടെയും കോഫിയും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി പടത്തിന് പോകും. പടം നമുക്ക് 10 മണിക്ക് കേട്ടോ. അമ്പൂട്ട അപ്പോഴത്തേക്ക് ഉറങ്ങുമായിരിക്കില്ലേ? ഗൈസ്, നമുക്ക് പൃഥ്വിരാജിന്റെ നോബഡി കാണാൻ പോവാം. നോബഡി. ഓക്കെ, ഞാൻ റിവ്യൂ ഒന്നും നോക്കിയില്ല. ഇന്നാണ് ഗൈസ് റിലീസ്. എന്തായാലും പോയി കാണാം. ഇങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്ക് ക്യാമറ കൊണ്ടൊക്കെ പോയി വേഷം മാറി നോർത്ത് ഇന്ത്യൻ കേളായില്ലേ. നോർത്ത് ഇന്ത്യൻ ഗേൾ ഇൻഹേലർ എടുത്തോ? സിനിമ കാണാൻ പോവാ. സത്യം. പിന്നെ PVR വലിയ AC ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. അവിടെ ആളുടെ ചൂടെടുക്കും ബാക്കി ഇരുന്ന. പോടാ ബാക്കി പോടാ, ബാക്കി പോടാ. ഒറ്റയ്ക്ക് നമുക്ക് പേടിയാവുമ്പോ അങ്ങോട്ട് വാ, അമ്മയുടെ കൂടെ പോടാ പോടാ. അമ്മക്ക് പേടിയാവുമ്പോട്ടെ ഇല്ലെങ്കിൽ എടുത്തോ എടുത്തോ എടുത്തോ. അങ്ങനെ കഴിയത്തില്ല. പാതി വരെ വരത്തില്ല 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 വരത്തില്ല. നോക്കും ബലം പിടിച്ചിരിക്കുന്നു. നോക്കടി. ലെറ്റ്സ് ഗോ ഗൈസ്. മാളില് നല്ല തിരക്കാണ് ഇന്ന്. ഓഫർ ഉണ്ട് കേട്ടോ, ഭയങ്കര തിരക്ക്. നമുക്കൊരു സാധനം വാങ്ങാൻ ഉണ്ടായിരുന്നു, പക്ഷെ പടത്തിന് കയറാൻ നിന്നാ അല്ല ഇതിന് ഹൈപ്പറിൽ കയറാൻ നിന്നാ പിന്നെ പടം കാണാൻ പറ്റത്തില്ല. 2 മണി വരെ ഉണ്ട്. നമുക്ക് പടം കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ നോക്കാം. എന്തായാലും ഭയങ്കര തിരക്ക് കേട്ടോ. ഇറങ്ങല് 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 ഇറങ്ങല്. തലയെ കെട്ടും കെട്ട് ഇറങ്ങുന്നവൻ അമ്പുന്നോ. ഇപ്പൊ വഴക്ക് പറയാൻ പോലും പറ്റത്തില്ല. അത് ഞാൻ മറന്നുപോയി. അയ്യേ, അമ്പുക്കൂട്ടം പന്ന കൊച്ചാന്ന് പറയത്തില്ല എല്ലാരും. മൂക്കളേൽപ്പിച്ച് പോകുന്ന പടം കണ്ടു. വെളുപ്പാങ്കാലം 1 മണിക്കുള്ള ലുലുവിലെ തിരക്കാണ് കേട്ടോ. ഇപ്പോഴും ഓഫർ, നല്ല ഓഫർ ഉണ്ട്. മാമി പോപ്കോ 1000 രൂപയുടെ 499 രൂപയൊക്കെ ഉള്ളു. ഇവൻ വലുതായില്ലേ, ഇനി എക്സലൊക്കെ പോകും ഇല്ലേ അമ്പുക്കുട്ടി? പടം കൊള്ളാല്ലേ? അടിപൊളി പടം കേട്ടോ. റിവ്യൂ നമുക്ക് ആരും പോയി പറയാം. ക്ലൈമാക്സ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ബോറടിക്കത്തില്ല ഒരു സെക്കൻഡ് പോലും. മൃദുല ഈ ഓഫറിന്റെ ആളാണ് കേട്ടോ. എവരെപ്പോലുള്ളവരാണ് ഈ ഓഫറിന് മുതലാക്കുന്നത്. കാരണം ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് ആവശ്യവും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കും. അപ്പൊ അവർക്ക് ലാഭമാണ്. നിന്നെപ്പോലുള്ളവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാത്തിനും ഓഫറൊന്നും ഇല്ല കേസ്, എല്ലാത്തിനൊക്കെ ഓഫറുള്ളൂ. പക്ഷെ ഇവള് ഫുള്ള് എടുക്കും. സമയം 2:30. ആദ്യമായിട്ട് ഇത്രയും ലേറ്റ് ആയിട്ട് ഷോപ്പ് ഫുള്ള് അടിപൊളി. വലിയ ലാഭം, കുഴപ്പമില്ല. പിന്നെ പാമ്പേഴ്സിനൊക്കെ, പിള്ളേരെ പാമ്പേഴ്സിന് ചില സ്ഥലത്തൊക്കെ ഭയങ്കര ലാഭമായിരുന്നു. ആ, അത് സത്യം കേട്ടോ. ഞാനല്ല നീ നീ പറക്കെടുക്ക, ഞാൻ പറക്കെടുക്കും. എന്തിനാ? സവാളയൊക്കെ പിന്നെ എപ്പോഴും അരിയൊക്കെ ലാഭമായിരുന്നു കേട്ടോ. രണ്ട് മാസത്തേക്കുള്ള സാധനം എല്ലാം വാങ്ങിച്ചോ? 3. പിന്നെ സവാള തക്കാളിയൊക്കെ വാങ്ങിക്കേണ്ടി വരും. എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. എന്തുവാ മക്കാനെയോ? അല്ല, പിന്നെ ഈ സാധനങ്ങൾ പറക്കി ഒതുക്കി വെക്കാനോ? ഇതില്ല, മറ്റേ ബർഗറിന്റെ മോൾഡ് ഇടുന്നല്ലേ? ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കി തരണേ ബർഗറൊക്കെ. അയ്യോ, ഇത് ബർഗർ, അത് ബർഗറായിട്ടല്ല, അല്ലാതെ തിന്നാം. ചുമ്മാ തിന്നാമോ? ചുമ്മാ അല്ല, നമ്മുടെ ഈ ഇതൊക്കെ തിന്നുന്ന പോലെ. സീഡല്ലേ? ഇങ്ങനെ ഗൈസ് 2 മാസത്തേക്കുള്ള സാഗമ ജമ്പക വസ്തുക്കൾ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അമ്പൂട്ടം വന്ന ഉടനെ നല്ല ഉറക്കമായി. ഗൈസ്, ഇനി സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഇതെന്ത് മാർക്കറ്റ് അങ്ങോട്ട് ഗൈസ്, അടിപൊളി പടം. പിന്നെ അടിപൊളി പടം എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ക്ലൈമാക്സ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലാസ്റ്റിലത്തെ കുറച്ച് പരിപാടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ പടം ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കത്തില്ല. നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കുക അല്ലേ?
പിന്നെ ആക്ഷൻ സീക്വൻസും ബാക്കി കാര്യങ്ങളൊക്കെ കൊള്ളാം. കുറെ ആക്ഷൻ സീക്വൻസ് കുത്തിക്കേറ്റി കണക്കൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ചിലത് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. അത്രയ്ക്ക് അങ്ങോട്ട് അടി കാണിക്കാനായിരിക്കും, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടായിരുന്നു. അമ്പു അടി അടങ്ങിയിരുന്ന് കണ്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടോ എടുത്തിട്ട് പൊങ്കാലായിരുന്നു എന്നെ. അടി കൈ വീശി അങ്ങോട്ടടി ഇങ്ങോട്ടടി. പിന്നെ നമ്മുടെ ഇതിന്റെ PVR മറ്റേ ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ട്രേ, അതിന്റെ മോളിലായിരുന്നു എന്റെ കുസ്തി. ഞാൻ വിചാരിച്ചത് ഒടിച്ചിട്ട് പോകുന്നു. മൃദുലയുടെ ഫോൺ അതിന്റെ കീഴിൽ കിട്ടും. ഇപ്പം പടം കാണാൻ വലിയ പാടാ. നമ്മൾ അവനെ കൊണ്ട് അങ്ങനെ പടം കാണാൻ പോക്കൂല്ല. ഇപ്പൊ സിനിമ കാണാൻ പോകില്ല. പണ്ടത്തെ കണക്ക് പണ്ടൊക്കെ അടങ്ങിയിരിക്കുവായിരുന്നു, ഇപ്പൊ അടങ്ങിയിരിക്കത്തില്ല. അന്നൊരു സമയം കൊണ്ട് നമ്മൾ ബാലം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ബാലനും അതുപോലെ തന്നെ മറ്റേ ചിന്ന ചിന്ന ഹാസി, അതിനായിരുന്നു ഭയങ്കര. സിനിമയിലെ ഒരു കൊച്ചു വെങ്കച്ചുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. പൃഥ്വിരാജിന്റെ ഇളയ മോളായിട്ട് അഭിനയിച്ചൊരു നല്ല ബബ്ലി കൊച്ച്, നല്ല രസമുണ്ട്, ക്യൂട്ട് കൊച്ച്. എല്ലാരും ഭയങ്കര ഹാപ്പി. ആ കുഞ്ഞിന്റെ ഭാഗം വരുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. നല്ല സംസാരം. അപ്പൊ ഗൈസ്, ഇനി ഇതൊക്കെ പറക്കി വെക്കും, ഇനി കിടന്ന് ഉറങ്ങണം. സമയം 3 മണിയായി. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ലേറ്റ് ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന, എന്നിട്ടും അവിടെ ആള്. നമ്മള് കറക്റ്റ് ലുലുമാൾ അടച്ചപ്പം നമ്മളും ഇറങ്ങി. ലുലുമാൾ അടച്ച്. സോ ഇപ്പൊ എന്തൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഇതൊക്കെ ഓഫറിന് കിട്ടി കേട്ടോ. ഇത് എത്ര രൂപ? ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 375, പക്ഷെ നമുക്ക് അത്രയൊന്നും ആയില്ല. 205 കിലോ അരി നമുക്ക് 220 സംതിങ് എത്രയൊക്കെ കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ അമ്പുവിന്റെ പാമ്പേഴ്സ്, ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിച്ചാലും ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും ഏതാണ്ട് 900-800 രൂപയാവും. പക്ഷെ ഇത് എത്ര? 400 രൂപയോ? 400 രൂപ സംതിങ്. ഇത് ഭയങ്കര അടിപൊളി ഡീലായിരുന്നു കേട്ടോ ഈ സാധനം. പിന്നെ ഈ സാധനങ്ങൾ ഇതെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു നമ്മുടെ. ഇതൊക്കെയാണ് നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതെല്ലാം 700-600 ആ റേഞ്ചിലൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഇതിനൊക്കെ 200 രൂപ ആ റേഞ്ച് ഉള്ളായിരുന്നു. അങ്ങനെ എടുത്തു പറയാൻ നല്ല എടുത്തു പറയാൻ അതൊക്കെ ഉള്ളൂ ഇല്ലടാ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. അപ്പം ബൈ ബൈ ആൻഡ് ലവ് യു. അമ്പൂട്ട് ഉറങ്ങിയോണ്ട് ഇന്ന് ബ്ലൂംബർ ആരുമില്ല, ഇനി പറഞ്ഞാൽ മതി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ആക്കിയപ്പോ നീ ഇങ്ങനെ ആക്കിയപ്പോ ഞാൻ ഉമ്മ ഇനി തല പിടിച്ചു വെച്ചൊരൊറ്റടിയടിച്ചതിനാ ഞാൻ ചെള്ളയിലോട്ട് പതിപ്പിച്ചതാ. മറ്റേ നീ അയച്ചു തന്നില്ലേ ഇവിടെ ലവ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി. അതിന് മൂക്ക് ഇടിച്ചു മറ്റേ. ബൈ ഗൈസ്, ബൈ.